വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്ന വീഡിയോ കട്ടായിപ്പോയി. അത് ചൂടായിട്ട് വരുന്ന സമയത്ത് 2 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു ഒന്ന് ചൂടാവാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അതിനു മുമ്പായിട്ട് 2 പച്ചമുളക് കീറിയതും ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സവാള നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഈ സമയത്ത് ഞാൻ ഉപ്പിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട്. എന്നിട്ട് അല്പസമയം ഒന്ന് അടച്ച് വയ്ക്കാം. അല്പം കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. സവാള വെന്ത് കിട്ടണം. അപ്പോഴത്തേക്ക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഒരു 2 ടീസ്പൂൺ ചതച്ചതൊന്ന് ചേർത്ത് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തൊന്ന് സോഫ്റ്റായി വന്നപ്പോഴത്തേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ, പൊടിയുള്ള പച്ച സ്മെല്ലൊക്കെ മാറി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്ന ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒന്നുമല്ല, ഒരു 1.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴത്തേക്ക് കറി അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കാപ്പിയുടെ കൂടെ മാത്രമല്ല, ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നുമില്ലെങ്കിൽ ഈ കറി കഴിക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ തന്നെ ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് 1 വിസിൽ കേൾപ്പിക്കണം. 1 വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറക്കാം. തുറക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആണ്. ഇതൊന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആവശ്യത്തിനുള്ള മുട്ടയിട്ട് അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി, ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. മല്ലിയിലയോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് അതും ചേർക്കാം. ഞാൻ ഇപ്പോൾ മല്ലിയിലയൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഇത് സൂപ്പർ ടേസ്റ്റാണ്.